ഞാൻ കഴിഞ്ഞ വരവിനും നിങ്ങളോട് അത് പറഞ്ഞിട്ടുണ്ടാകും. ഞാൻ പോലും ഞാനായി മാറാനുള്ള കാരണം ഏതോ ഒരാളെ ദൈവത്താ. 10ാം ക്ലാസ് 1998 കഴിഞ്ഞ് എന്റെ പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എന്നാൽ നിങ്ങൾക്ക് വേണ്ടി പറയാ. 98 SSLC കഴിഞ്ഞ് അന്ന് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസ. അതോടൊപ്പം എല്ലാ കുട്ടികൾക്കും ഉണ്ടാകുന്ന മാതിരി എനിക്കുണ്ടായിരുന്ന ഒരു ഹോബി, നല്ലോണം വോളിബോൾ കളിക്കും. അത് ഇന്നും കളിക്കും. അങ്ങനെ മത്സരിച്ച് കളിയും. പിന്നെ അത്യാവശ്യം ഒരു സിമന്റ് കട്ടന്റെ കടയിൽ ആ സിമന്റ് ലോറിയിലേക്ക് കയറ്റിക്കൊടുക്കുന്ന ജോലിയും. എന്നാൽ എന്നും സമരവും അടിയും പിടിയും രാഷ്ട്രീയ തല്ലുള്ള പ്രീ ഡിഗ്രി ബാലുശ്ശേരി അക്കാദമി കോളേജിൽ ആഴ്ചയിൽ ഒരിക്കലോ 2 ദിവസമോ അങ്ങനെ പോയിക്കൊണ്ട് ആസ്വദിച്ച് ജീവിക്കുന്ന സമയത്താണ് ബാലുശ്ശേരി കൊയിലാണ്ടി റോട്ടിൽ ഓടുന്ന ബസ്സിലെ ബസ് കണ്ടക്ടർ ആയിരുന്നു എന്റെ വാപ്പ അദ്രൈമാൻ. അദ്രൂന്ന നാട്ടുകാർ വിളിക്കുക. വാപ്പ ഒരു ദിവസം ടിക്കറ്റ് കൊടുത്ത് ക്ഷീണിച്ചേതോ ഒരു സീറ്റിലിരിക്കുമ്പോ തൊട്ടടുത്തുള്ള ഒരു ചെറുപ്പക്കാരൻ, വാപ്പക്ക് അറിയൂല അതാരാണ്, വാപ്പ എപ്പോഴും പറയുന്നുണ്ട് നല്ല താടിയൊക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. സംസാരത്തിന്റെ ഇടക്ക് ആ ചെറുപ്പക്കാരനോട് ഉപ്പ കുടുംബങ്ങളെ പറ്റി പറഞ്ഞു. അപ്പൊ ആ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, മൂത്തോനൊരുത്തണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ തേരാപ്പാര നടക്കുകയാണ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഈ ചെറുപ്പക്കാരൻ ഉപ്പാനോട് പറഞ്ഞ പോലെ, എടവണ്ണ ജാമിയ നദുവിയ എന്നൊരു കോളേജ് ഉണ്ട്, നിങ്ങൾ അവിടെ കൊണ്ടുവച്ചാക്കിക്കോളൂ, തിന്നാനും കിട്ടും, അതിന്റെ ഉള്ളിൽ വലിയ സ്ട്രിക്റ്റുമാണ്. പിറ്റേന്ന് വാപ്പ വീട്ടിൽ വന്നു, ഉമ്മയായിട്ട് സംസാരിച്ചു. പെങ്ങളെ ഭർത്താവ് ഇതേപോലെ ഒരു ആദർശ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം കൂടിയിരുന്ന് ഒരാഴ്ചന്റെ ഉള്ളില് അവിടുന്ന് അക്കാദമി നിന്റെ പേര് വെട്ടി. എടവണ്ണ, എനിക്ക് തോന്നുന്നു അന്നത്തെ ആ നേതൃത്വത്തിന്റെ വലിയ സമ്മർദ്ദം കൊടുത്ത് ഞാൻ എടവണ്ണ ജാമ്യ നദുവിലേക്ക് ചെല്ലുന്നത്. ഞാൻ അവിടെ ചെന്നു നോക്കിയപ്പോ ഇന്നത്തെ അവസ്ഥയല്ല കേട്ടോ, അന്ന് 1999 ഇതുപോലത്തെ വലിയൊരു റൂമിൽ ചൂടിപ്പായിൽ ഒരു പായം വിരിച്ച് കിടക്കും. ദിവസം 3 നേരം ഭക്ഷണം. രാവിലെ 9:30 മണിക്ക് ഒരു ഹുഷ്ക മഞ്ഞച്ചോറ്. ജീവിതത്തിൽ ഞാൻ അവിടെ പോയപ്പോ അത് തിന്ന്. ഉച്ചക്ക് ഇതേപോലെ 2 മണിക്ക് ഒരു പിടി ചോറ്. അതിൽ ഒരു ബുധനാഴ്ച ആവാൻ പ്രാർത്ഥിക്കായിരുന്നു, കാരണം 2 കഷ്ണം ബീഫിന്റെ ഇറച്ചി കിട്ടും. രാത്രി 9:30 മണിക്ക് ഭക്ഷണം. ഒരാഴ്ച ഞാൻ അവിടെ നിന്നു. നാട്ടിലേക്ക് ചാടി പോന്നു. ഒരു വെള്ളിയാഴ്ച ആരും അറിയാതെ രാത്രി ഞാൻ എന്റെ സാധനങ്ങളൊക്കെ എടുത്ത് നാട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തി. വാപ്പ ബസ്സൊന്നും വന്നിട്ടില്ല. ഉമ്മ ചോദിച്ചു. ഉമ്മനോട് ഞാൻ സങ്കടമൊക്കെ പറഞ്ഞു, ഉമ്മ കിടക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ അന്നും ഇന്നും തമാശക്ക് പറയലുണ്ട്, കൊതു വലിച്ചുകൊണ്ടുപോകാൻ നോക്കും, പക്ഷെ മൂട്ട വിടൂല. ആ കോലത്തിലാണ് ഉമ്മ, അതുകൊണ്ട് പോകാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞപ്പോ ഉമ്മാര് സാധാരണ സാധുക്കളാണ്, ഒരു സമ്മതിക്കും. രാത്രി വാപ്പ വന്നു. എന്തേ പോന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇവിടെ അവിടെ നിൽക്കാൻ പറ്റണില്ല വാപ്പ. പിറ്റേന്ന് നേരം വെളുത്ത് കാരക്കുന്നത്ത് ജുമാ മസ്ജിദിൽ സുബഹി നിസ്കരിക്കാൻ വേണ്ടി വാപ്പയും ഞാനും കൂടി ചെന്നു. കാക്കി കുപ്പായും പാൻറ്റും ഇട്ട് ബാഗ് തൊക്കലും വെച്ച് സലാം വീട്ടി ഇറങ്ങിപ്പോരുമ്പോ വാപ്പ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ വാപ്പ അതുറു ഞാനാണേ, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റിയ പൊരുക്കോ, അതില്ലെങ്കിൽ എന്റെ പണി നോക്കിക്കോ എന്ന് പറഞ്ഞാൽ തിരിച്ചു പോയിക്കോ, അല്ലെങ്കിൽ പോരെ കയറരുത്. അന്ന് എനിക്ക് വെറുപ്പായിരുന്നു, അന്ന് എനിക്ക് ദേഷ്യമായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ നെഞ്ചത്ത് കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കലുണ്ട്. എന്റെ വാപ്പയും എന്റെ ജീവിതത്തിലെടുത്ത ഏറ്റവും വലിയ നല്ല തീരുമാനം എന്നെ അവിടെ കൊണ്ടച്ചാക്കലായിരുന്നു. ഒരു പക്ഷെ ഞാൻ ഇവിടെ നിൽക്കുന്ന ഓരോ പ്രസംഗത്തിനും ബസിന്റെ അരികിലിരുന്ന് ഇപ്പോഴും ആരാന്ന് വാപ്പാക്ക് അറിയാത്ത ചെറുപ്പക്കാരനും കൂലി പോകുന്നുണ്ട്. ദഅവത്ത് എന്ന് പറഞ്ഞാൽ മരിച്ചാലും ഖബറിലേക്ക് കിട്ടുന്ന വലിയൊരു പുണ്യ. നമ്മളെ വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ, പ്രസംഗം മാത്രമല്ല ദഅവത്ത്, നമ്മളെ വാക്കുകൊണ്ടോ പ്രവർത്തി